വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു കല്യാണം വ്ളോഗാണ്. എൻ്റെ തലയിലെ ഹെയർ നിങ്ങൾ കരിയാക്കണ്ട. ഓക്കെ, ഇപ്പോൾ സമയം 6 മണിയായിട്ടുണ്ട്. രാവിലെ നേരത്തെ എനിക്ക് ഫ്രഷായി. അപ്പോൾ ഞാൻ മേക്കപ്പിലോട്ട് പോവാണ്. കാര്യമായിട്ടുള്ള മേക്കപ്പ് ഇല്ല, ഒരു സിമ്പിൾ മേക്കപ്പാണ്. പക്ഷേ ഇതൊരു മേക്കപ്പ് വീഡിയോ ആയിരിക്കില്ല. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മേക്കപ്പ് ചെയ്യുന്നത് കാണിക്കില്ല. മെയിനായിട്ട് കല്യാണം കാണിക്കാനാണ് പ്ലാൻ. ഞാൻ എടുത്തേക്കുന്ന ഒരു സാരിയാണ്. ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഒരു റസ്റ്റ് ഓറഞ്ച് സാരിയാണ് കേട്ടോ. എൻ്റെ വെഡ്ഡിങ്ങിൻ്റെ സെക്കൻഡ് സാരിയാണ്. അതായത് ഞാൻ വിച്ചുവിൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഇട്ട സാരിയാണ്. യെസ്, അപ്പോൾ നമുക്ക് മേക്കപ്പ് ചെയ്യാം. ഞാൻ ഓൾറെഡി ബേസൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്, എന്താണെന്നറിയില്ല, മൂക്കടഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ക്രീമാണ്. ഇത് സിൽക്ക് ടച്ചാണ്. നമ്മുടെ സ്കിന്ന് നല്ല സിൽക്ക് ആൻഡ് സ്മൂത്ത് ആൻഡ് ഷൈൻ ആക്കി തരും. ഇത് ഫ്ലിക്കേടെ ആണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സൊക്കെ ഞാൻ മേലെ കൊടുക്കാം കേട്ടോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മേക്കപ്പിൻ്റെ കുറച്ച് അപ്ലൈ ചെയ്യാം. ഡീറ്റെയിൽ ആയിട്ട് മേക്കപ്പിൻ്റെ വീഡിയോ കാണിക്കുന്നില്ല, കാരണം സമയമില്ല നമുക്ക്. ഓൾറെഡി വേറൊരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ, നമുക്ക് ഒരു 3-4 ഡേയ്സ് മുൻപ്. അപ്പോൾ അതിലിട്ട മെഹന്തിയാണ് നിങ്ങൾ കാണുന്നത്. കണ്ടോ, ഇതാണ് ഈ ഒരു ക്രീമിൻ്റെ പ്രത്യേകത. നമ്മുടെ ഫേസ് നല്ല എന്താ പറയുക, ഗ്ലാസ് സ്കിൻ ആക്കി തരും ഈ ഒരു മോയ്സ്ചറൈസർ കേട്ടോ. കണ്ണിൻ്റെ താഴെ ചെറുതായിട്ട് ഡാർക്ക് സർക്കിൾ ഉണ്ട്, സോ അതൊന്ന് ഹൈഡ് ചെയ്യട്ടെ ഫസ്റ്റ്. കണ്ണിൻ്റെ മേലെ കിട്ടും. ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം കേട്ടോ. എന്താ വരാത്ത ബേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കുന്ന കാരണം ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു ഗ്ലോ ഫീൽ അല്ലേ, ഒരു ഗ്ലാസ് സ്കിൻ ഫീൽ. ഞാൻ ലൂസ് പൗഡർ എടുത്തിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. പാക്കിൻ്റെ ആണ് എടുത്തേക്കുന്നത്. ബേസ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫിക്സർ അപ്ലൈ ചെയ്യാം കേട്ടോ. ഫിക്സർ സ്പ്രേ ചെയ്യാം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ക്യാമറ ഓഫ് ആക്കിയിട്ട് എല്ലാ മേക്കപ്പും കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ തീരെ സമയമില്ല. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ വീഡിയോ നല്ല ലെങ്ത് ആകും. അതുപോലെ തന്നെ കല്യാണത്തിൻ്റെ വണ്ടി പോകും, എന്നെ കൊണ്ടുപോകാണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ക്യാമറ ഓഫ് ചെയ്ത് മേക്കപ്പ് ചെയ്തു. ഞാൻ പറഞ്ഞുതരാം. ഫൗണ്ടേഷൻ, കൺസീലർ, അതുപോലെ തന്നെ സെറ്റിംഗ് പൗഡർ, മസ്കാര, ഐലൈനർ, ഐ ഷേഡോ, ദെൻ ഐബ്രോ ഒന്ന് സെറ്റ് ചെയ്തു. പിന്നെ ബ്ലഷ്, ഹൈലൈറ്റർ, ലിപ്സ്റ്റിക്, ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഞാൻ ഫിക്സർ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് ഫിക്സ് ആയിട്ട് എന്നിട്ട് വേണം ഹെയർ കെട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ സാരി ഡ്രൈപ്പിംഗ് കഴിഞ്ഞു, അത് ഓൾറെഡി കഴിഞ്ഞു. പിന്നെ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഹെയറും കെട്ടിയിട്ടുണ്ട്. സ്ഥിരം കെട്ടുന്ന പോലെ കെട്ടിയേക്കാൻ കേട്ടോ. മുല്ലപ്പൊക്കെ വെച്ചിട്ടുണ്ട്. സോ ഇനി നമുക്ക് കല്യാണത്തിന് പോവാം. അധികം ലേറ്റ് ആക്കേണ്ട, വേഗം പോവാം. ഇത്ര നേരം നിങ്ങൾ എക്സ്ട്രാ ഒരു ലൈറ്റ് വെച്ചിട്ടുള്ള വീഡിയോസാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം നാച്ചുറൽ ലൈറ്റിൽ കാണുമ്പോൾ എനിക്ക് എൻ്റെ ഫേസ് ഭയങ്കര ഇഷ്ടമായിട്ടോ. മറ്റേത് എക്സ്ട്രാ ലൈറ്റിൽ എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് ഇങ്ങനെ എൻ്റെ ഫേസ് റെഡിഷ് ആയ പോലെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അത് ആ ഒരു ലൈറ്റിൻ്റെ അത് പിന്നെ എനിക്ക് മനസ്സിലായിട്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്ത്. എന്തായാലും ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ സ്കൂട്ടിയിലാണ് കേട്ടോ പോണത്. ഗുരുവായൂർ അമ്പലം വരെ സ്കൂട്ടിയിലാണ് പോണത്. കെട്ട് അവിടെയാണ്, ഗുരുവായൂർ അമ്പലം നടയിലാണ്. അപ്പോൾ അങ്ങോട്ട് ആദ്യം പോകാൻ വെച്ചു. അപ്പോൾ ഹെൽമെറ്റൊക്കെ ഇട്ടത് വീട്ടിൽ നിന്ന് ഇറങ്ങി അവിടെ എത്തി. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഒരു സ്ഥലത്ത് നടക്കുകയാണ് കേട്ടോ. ഭയങ്കര തിരക്കുണ്ട്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 200-ന് മേലെ കല്യാണം ഉണ്ട് തോന്നുന്നു കേട്ടോ. അങ്ങനെയാണ് ഞാൻ കേട്ടത്. അത്രയധികം തിരക്കാണ്. അങ്ങോട്ടേക്ക് അങ്ങനെ ആരെയും കടത്തി വിടുന്നില്ല. അത്രയും ക്ലോസ് റിലേറ്റീവ്സിനെ മാത്രമാണ് ആ ഒരു ഭാഗത്തേക്ക് കടത്തി വിട്ടായിരുന്നത്. സോ എനിക്ക് കെട്ട് ഡയറക്റ്റായിട്ട് കാണാൻ പറ്റിയില്ല. പിന്നെ അപ്പോഴേക്കും എനിക്ക് അറിയുന്നൊരു ഫേസ് ഞാൻ കണ്ടു കേട്ടോ. വീണയും വീണയുടെ കുട്ടിയും കൂടിയും വരുന്നുണ്ടായിരുന്നു. ഇതാണ് വീണയുടെ ബ്രദർ ആൻഡ് ഹിസ് വൈഫ്. അങ്ങനെ ന്യൂലി മാരീഡ് കപ്പിൾസാണ്. രണ്ടുപേരും കല്യാണം ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. നല്ല കുട്ടിയാണ് കേട്ടോ. ബ്രദറിനെ പിന്നെ ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട്. ആളെ ഞാനിപ്പോഴാണ് ഫസ്റ്റ് ടൈം നേരിട്ടാണ് കാണുന്നത് കേട്ടോ. എന്തായാലും നല്ലതായിരുന്നു. എനിക്ക് ഡ്രസ്സും ഹെയറും മേക്കപ്പും എല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോഴേക്കും വീണയുടെ മോള് സ്കേർട്ടൊക്കെ ഇട്ടിട്ട് നല്ല സുന്ദരിയായിട്ട് ഇങ്ങനെ പ്രാവിനെ പിടിക്കാൻ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരത്തി ചെറിയൊരു ആശയിലൊക്കെ ആയിരുന്നു, അങ്ങനെ ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. ഫുൾ ടൈം എടുത്തിട്ടൊക്കെ ആയിരുന്നു. പ്രാവിനെ കണ്ടപ്പോഴാണ് പിന്നെയും വീണയുടെ അടുത്തുനിന്ന് ഇറങ്ങിയത് കേട്ടോ. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നു. എനിക്ക് അധികം വീഡിയോസ് അങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. എന്താണെന്നറിയില്ല, ഇന്ന് എനിക്കങ്ങനെ അധികം വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല.
ഇനി നമുക്ക് റിസപ്ഷൻ ഉണ്ട് ഈവനിങ്. റിസപ്ഷൻ ഞാൻ കുറച്ച് കാര്യമായിട്ട് എടുക്കാൻ നോക്കാം കേട്ടോ വീഡിയോസ്. പണ്ടത്തെ പോലെ എനിക്ക് അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. പുറത്തൊക്കെ പോകുമ്പോൾ വീട്ടിലിരുന്നിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റും, പക്ഷെ പുറത്ത് പോകുമ്പോൾ എന്തോ അങ്ങോട്ട് പറ്റുന്നില്ല. ഓക്കെ, ഭയങ്കര ചൂട് കേട്ടോ. സാരിയൊക്കെ എടുത്ത് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് മീൻസ് ചൂടിൻ്റെയാണ്, വേറെ നല്ല സാരി എനിക്ക് വേറെ ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷെ ചൂട്, ഭയങ്കരമായ ചൂട്. മേക്കപ്പ് ഒന്നും പോയിട്ടില്ല കേട്ടോ. ചെറുതായിട്ടല്ല, കാര്യമായിട്ട് സ്വെറ്റായിട്ടുണ്ട്, പക്ഷെ ഒന്നും പോയിട്ടില്ല. സോ എന്തായാലും ഇതൊക്കെ ഒന്ന് മാറ്റട്ടെ ഫേസിൽ നിന്ന് ഫുള്ള്, എന്നിട്ട് വേണം ഒന്ന് റിലാക്സ് ചെയ്യാൻ. ഞാൻ വാഷ്റൂമിൽ വന്നിട്ട് മിററിൽ ഫേസ് ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നോക്കിയായിരുന്നു കേട്ടോ. ഫേസിലെ മേക്കപ്പ് എനിക്ക് തോന്നുന്നു ഒരു തരി പോലും അങ്ങോട്ട് പോയിട്ടില്ല. അതുപോലെ തന്നെ ഒരു കേക്കി ലുക്ക് തന്നിട്ടില്ല. നല്ല സ്മൂത്തായിട്ടും നല്ല ഗ്ലാസ് സ്കിന്നായിട്ടും പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, എനിക്ക് എൻ്റെ ഐ ഭയങ്കര ഇഷ്ടമായി. സാരിയുടെ കറക്റ്റ് ഷെയ്ഡാണ് ഐ ഷെയ്ഡും, അതുപോലെ തന്നെ ലിപ്സ്റ്റിക്കും. ഓക്കെ, മേക്കപ്പ് എനിക്ക് റിമൂവ് ചെയ്യാൻ തോന്നുന്നില്ല, പക്ഷേ റിമൂവ് ചെയ്താലേ പറ്റും. ചെറുതായിട്ടൊക്കെ പഠിക്കാൻ ചാൻസ് ഉണ്ട്, കാരണം ഞാൻ വാഷ്റൂമിലാണ്. റിമൂവ് ചെയ്യാമല്ലേ. ഫേസ് ഞാൻ വൈപ്പ് ചെയ്യാൻ എപ്പോഴും വെറ്റ് വൈപ്സ് ആണ് കേട്ടോ എടുക്കാറുള്ളത്, മേക്കപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാൻ ട്രെൻഡ്സ് ഒന്ന് മേടിച്ച വെറ്റ് വൈപ്സ് ആണ്. എനിക്ക് റിമൂവ് ചെയ്യാൻ അങ്ങോട്ട് തോന്നുന്നില്ല, പക്ഷെ ഇതിങ്ങനെ വെച്ചിരിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ റിമൂവ് ചെയ്യാം. ഭയങ്കര തിരക്കാണ് കേട്ടോ ഗുരുവായൂർ. ഇന്ന് എൻ്റെ അറിവിലേക്ക് തോന്നുന്നു, ഞാൻ കേട്ടത് 200-ന് മേലെ കല്യാണം ഉണ്ടെന്നാണ്. ഭയങ്കര തിരക്ക്. ഞാൻ ഇങ്ങനെ തിരക്കിലൊന്നും അങ്ങനെ കല്യാണത്തിനൊന്നും പോകാറില്ല കേട്ടോ. എൻ്റെ മേക്കപ്പാണ്. പക്ഷേ നമുക്കിത് അത്രയും വേണ്ടപ്പെട്ട ഒരാളുടെ കല്യാണമായ കാരണം ഞാൻ പോയതാണ്. നമുക്കേ ഹാഫ് ചെയ്താലോ. അതായത് മേക്കപ്പ് ഒരു സൈഡ് കളയാം, ഒരു സൈഡ് നമുക്ക് അങ്ങനെ വെക്കാം. അതായത് ബേസ് മേക്കപ്പ് ഇട്ട ഫൗണ്ടേഷൻ, കൺസീലർ അത് റിമൂവ് ചെയ്യാം. ഐ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ വ്യത്യാസം എത്രത്തോളം ഉണ്ടെന്ന് നോക്കാം. കാര്യമായിട്ടില്ല, ഞാൻ നോക്കാം. ഞാൻ ഈ ഒരു സൈഡിലെ മേക്കപ്പ് ഫുൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഈ ഒരു സൈഡിൽ മേക്കപ്പ് ഉണ്ട്, നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് കാണാൻ പറ്റും. ഈ ഒരു ഗ്ലോ ബ്ലഷ് ആ സൈഡിലൊന്നുമില്ല. ഇത് നാച്ചുറൽ ഗ്ലോ. കൊള്ളാം. മേക്കപ്പ് ഇല്ലെങ്കിലും ഞാൻ സൂപ്പറാണല്ലേ. ഇനി ഈവനിങ് റിസപ്ഷൻ ഉണ്ട്. റിസപ്ഷന് പോകണം നമുക്ക്. റിസപ്ഷന് ഞാനൊന്നും മേക്കപ്പ് കാര്യമായി ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഒരു ടാൽക്കം പൗഡറും അതുപോലെ തന്നെ എഴുതി പോകാമെന്ന് വിചാരിക്കാൻ. ഐലൈനർ മാത്രം, ലിപ്സ്റ്റിക്. ഈ ഫൗണ്ടേഷൻ കൺസീലർ ഒന്നും ഇടാൻ ഉദ്ദേശിക്കുന്നില്ല. എപ്പോഴും മേക്കപ്പ് ചെയ്താലും ഫേസിന് നല്ലതല്ല. വൈറ്റ് ചെയ്യുമ്പോൾ ഒരു ആശ്വാസം കിട്ടുന്നതേ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇനി ഒരു കുളി അങ്ങോട്ട് പാസ്സാക്കും. എന്നാലും അങ്ങോട്ട് ഫുള്ളായിട്ട് ഞാനൊന്ന് ഫ്രീ ആവുള്ളൂ. കാരണം ഭയങ്കരമായിട്ട് സ്വെറ്റായിട്ടുണ്ട്. കംപ്ലീറ്റ് ഫേസിലെ മേക്കപ്പ് ഫുൾ അങ്ങോട്ട് വൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എന്തോ ഭയങ്കര ക്ഷീണം തോന്നി. അപ്പം ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങി. ഭയങ്കര ചൂടാണ്, സോ AC ഒക്കെ ഇട്ടിട്ടാണ് കേട്ടോ കിടന്നുറങ്ങിയത്. അങ്ങനെ എണീറ്റപ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ഉഷാറായി. എന്നാലും ഇങ്ങനെ കോട്ടുവായൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി നമുക്ക് റിസപ്ഷന് പോകണം കേട്ടോ. അങ്ങനെ ഇതാ റിസപ്ഷന് പോകാൻ റെഡി ആയിട്ടുണ്ട്. ഇതിനും ഞാൻ കാര്യമായിട്ടുള്ള മേക്കപ്പ് നേരത്തെ പറഞ്ഞപ്പോൾ ചെയ്തിട്ടില്ല. ജസ്റ്റ് ടാൽക്കം പൗഡർ, ഐ ഷാഡോ, ഐലൈനർ, മസ്കാര, ഐബ്രോ ഒന്ന് സെറ്റ് ചെയ്തു, ലിപ്സ്റ്റിക് നേരത്തെ പോലെ ഫൗണ്ടേഷനോ കൺസീലറോ ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ കുറച്ച് ഹൈലൈറ്റർ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എനിക്ക് രാവിലത്തിനെക്കാട്ട് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു ഈ ഒരു ലുക്ക്. എൻ്റെ ഔട്ട്ഫിറ്റ് നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇതൊരു സൽവാറാണ്. ഇത് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. എൻ്റെ ബർത്ത്ഡേക്ക് വിച്ചു സർപ്രൈസായിട്ട്, സർപ്രൈസല്ല, വിച്ചു ബർത്ത്ഡേയുടെ തലേന്ന് രാത്രി പോയി എടുത്തു തന്ന ഒരു സൽവാറാണ്. പക്ഷെ ഇപ്പോൾ ഇതെനിക്ക് ചെറിയൊരു ടൈറ്റ് ഉണ്ട്, കുഴപ്പമില്ല. ഓക്കെ, ഇപ്പോൾ ഇതിനൊരു ദുപ്പട്ട കൂടെ ഉണ്ട്, അത് കൂടെ സ്റ്റൈൽ ചെയ്യണം. ഞാനും അമ്മയും കൂടിയിട്ടാണ് കേട്ടോ റിസപ്ഷന് പോണത്. കാറിലായിരിക്കും പോകുന്നുണ്ടാവുക. ഒക്കെ ഞാൻ സിമ്പിളായിട്ട് ജസ്റ്റ് ഇങ്ങനെ പിടിച്ചിട്ട് ക്ലിപ്പ് കുത്തിയേക്കാണ് കേട്ടോ. ഓക്കെ, കൊള്ളാലേ.
കാറിലാണ് കേട്ടോ റിസപ്ഷന് പോകുന്നത്. അപ്പോൾ ഞാനും അമ്മയുണ്ട്, അതായത് വിച്ചുവിൻ്റെ അമ്മയുണ്ട്, എല്ലാവരും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വീണയുടെ അമ്മയും എൻ്റെ ഫാമിലിനെയും അതുപോലെ തന്നെ വിച്ചുവിൻ്റെ ഫാമിലിനെയും ഒക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫാമിലിക്ക് വേറൊരു ഫംഗ്ഷൻ ഉള്ള കാരണം അവർക്ക് വരാൻ പറ്റിയില്ല. അപ്പം ഞാൻ വിച്ചുവിൻ്റെ അമ്മേനെയും കൂട്ടിയിട്ടാണ് കേട്ടോ പോണത്. അച്ഛനാണെങ്കിൽ ഷോപ്പ് തുറക്കാനാണ് പോയി, പിന്നെ വിച്ചുവിൻ്റെ ബ്രദറിനാണെങ്കിൽ എക്സാം ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് ഇവിടെ റിസപ്ഷന് വന്നിട്ടുണ്ടായിരുന്നത്. വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു, പിന്നെ ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നഗറ്റ്സും അതുപോലെ തന്നെ എന്തോ റോളും പിന്നെ കുഞ്ഞ് സമൂസയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോഴേക്കും അവിടെ ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കാൻ നിൽക്കുകയാണ്. അതുപോലെ തന്നെ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വീണ എന്നെ കണ്ടപ്പോൾ തന്നെ ഒരു സ്മൈലൊക്കെ തന്നു. പിന്നെ അവൻ്റെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ നമ്മളും സ്റ്റേജിൽ കയറി ഫോട്ടോ എടുത്തു. അതുപോലെ തന്നെ വീണയുടെ അമ്മേനൊക്കെ ഞാൻ ഇന്നാണ് കേട്ടോ നേരിട്ട് കാണുന്നത്. മുന്നേ ബ്രദറിനെ കണ്ടിട്ടുണ്ട്, പക്ഷെ അമ്മേനെ എന്നാണ് നേരിട്ട് കാണുന്നത്. സോ അമ്മേനെയായിട്ട് കുറച്ച് നേരം സംസാരിച്ചിരുന്നു. പിന്നെ വീണയുടെ ഹസ്ബൻഡ് ഫാമിലീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹസ്ബൻഡാണെങ്കിൽ ചെറിയൊരു എന്താ പറയുക, ദുബായിൽ സ്റ്റക്കായിട്ടിരിക്കുകയാണ്, വാറും കാര്യങ്ങളൊക്കെ ആയിട്ട്. സോ ലാസ്റ്റ് ടൈം ആൾക്ക് വരാൻ പറ്റിയില്ല. അതിൻ്റെ വിഷമമൊക്കെ വീണയ്ക്ക് നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് വേറൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഞാൻ വർക്ക് ചെയ്തിരുന്ന പ്ലേസിലെ ചേട്ടൻ്റെയും അതുപോലെ തന്നെ ചേച്ചിയുടെയും കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ 3 പേരുടെയും ഹോളി കമ്മ്യൂണിയൻ ആയിരുന്നു. എനിക്ക് കറക്റ്റായിട്ട് ഇതെങ്ങനെയാണോ പറയാമെന്നറിയില്ല. ആദ്യ കുർബാന എന്നാണ് ഞാൻ കേട്ടത് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണത്. അപ്പോൾ എനിക്ക് കറക്റ്റ് എന്താ പറയാമെന്നറിയില്ല. ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല, നിങ്ങൾ എന്നെ പൊങ്കാല ഇടരുത്. ഓക്കെ. അപ്പോൾ കുട്ടികളുടെ ഡാൻസ് ഉണ്ടായിരുന്നു, കേക്ക് കട്ടിങ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ലൈറ്റ് കത്തിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ ഫംഗ്ഷനും ഇന്നത്തെ കഴിഞ്ഞു വീട്ടിലെത്തി. ഒന്ന് ഫ്രഷപ്പായിട്ട് ഭയങ്കര എന്താ പറയുക, ഇങ്ങനെ ഉറക്കം വരിക കേട്ടോ. എനിക്കിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഇത്ര നേരം കിടക്കുകയായിരുന്നു, എന്താണെന്നറിയില്ല, അങ്ങനെ ഉറങ്ങൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ കിടക്കുകയായിരുന്നു കേട്ടോ. ഭയങ്കര ക്ഷീണം, എന്താണാവോ. അപ്പോൾ ഇന്ന് മൊത്തത്തിലൊരു പരിപാടിയൊക്കെ ഉള്ള ദിവസമായിരുന്നു. കല്യാണം ഉണ്ടായിരുന്നു, പിന്നെ ഞാൻ വർക്ക് ചെയ്തിരുന്ന പ്ലേസിലെ ചേട്ടൻ്റെ കുട്ടികളുടെ എന്താ പറയുക ആദ്യ കുർബാനയോ അങ്ങനെ എന്തോ ഒരു സംഭവം അതുണ്ടായിരുന്നു. ഹോളി കമ്മ്യൂണിയനോ ഈ കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ അത്. സോ അതുണ്ടായിരുന്നു. പിന്നെ രാവിലെ വീണയുടെ ബ്രദറിൻ്റെ കല്യാണം, വൈകിട്ട് റിസപ്ഷൻ. ഇപ്പോൾ ഈ റിസപ്ഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നത്. അതും എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഏകദേശം ഒരു 7:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഉറക്കം വരുന്നുണ്ട്. 7:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ ഇന്നത്തെ ദിവസം ഫുൾ ബിസി ആയ കാരണം അങ്ങനെ റെസ്റ്റ് എടുക്കാൻ സമയം കിട്ടിയിട്ടില്ല, കുറവാണ്. എന്നാലും ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കല്യാണം കഴിഞ്ഞ് വന്നിട്ട്. ഇന്ന് ഫുൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ നമ്മൾ എന്തായാലും കൊള്ളാം. കല്യാണ സീസണൊക്കെ ആയതുകൊണ്ട് കുറേ കല്യാണങ്ങളുണ്ട്, ഇനിയും കല്യാണങ്ങളുണ്ട്. 2 ദിവസം കഴിഞ്ഞാൽ കോഴിക്കോട് പോകണം, അവിടെ ഒരു കല്യാണമുണ്ട്, റിസപ്ഷൻ ഉണ്ട്, വിരുന്നുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഭയങ്കര മൊത്തത്തിൽ ഇന്ന് അടിപൊളിയായിട്ടുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇവിടെ വെച്ചിട്ട് ഞാൻ എൻഡ് ചെയ്യാണ്. ഇനിയും ഞാൻ വലിച്ചു നീട്ടി ചിലപ്പോൾ ഞാൻ തന്നെ കിടന്ന് ഉറങ്ങിപ്പോവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ബൈ, ലവ് യു ഓൾ.